ബദറിലെത്തിയ ഖുറൈശികൾ മദീനക്കാരെ അള്ളാൻ്റെ ഹബീബിൻ്റെ സൈന്യത്തെ വെല്ലുവിളിച്ചപ്പോൾ മദീനക്കാരാണ് ആദ്യം ഇറങ്ങിച്ചെന്നത്. മദീനക്കാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അഥവാ മുഹാജിരികളാണ്. ഇത് കേൾക്കേണ്ട താമസം. മുഹാജിറൻ്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. ജിഹാബിയത്തർ രണ്ട് സഫീടക്ക് ചെണ്ട് ഹാലിറാം, ചേർമതം താരിത്ത് കൊണ്ട് ചോടി അന്തേ കാഫിറാം. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് കേട്ടപ്പോൾ ഉടൻ തന്നെ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, അലിയും കറമല്ലാഹു വജ്ഹു എന്നിവർ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം ഖുറൈശികൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടത്തുകാരാണ് എന്നുള്ള പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ട് സഹാബത്ത് പറഞ്ഞു, ഞങ്ങളും നിങ്ങളും ഒരേ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്, അറിയില്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു ഉത്ബത്തിനോടും ഹംസ റളിയല്ലാഹു തആല അൻഹു ശൈബത്തിനോടും അതുപോലെ തന്നെ മഹാനായ അലിയും കറമല്ലാഹു വജ്ഹു വലീദിനോടും പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പോരാട്ടത്തിൻ്റെ കാഠിന്യം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇരുവിഭാഗവും ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുകയാണ്. ഈ സമയം അവരുടെ യുദ്ധരംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ.